നാണമില്ലാത്ത അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ വർത്തമാനം എൻ്റെ അടുത്ത് പറയാൻ വരല്ലേ മിസ്റ്റർ റെജി. നിങ്ങൾ ഈ സമൂഹത്തിനകത്ത് പുരുഷന്മാരുടെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ ബന്ധീകരിച്ചവരാണ്. നിർബന്ധിതമായി ബന്ധീകരിച്ച് ഒരു ബക്കറ്റും കൊടുത്തു വിട്ടവരാണ്. നാണം കെട്ട രാഷ്ട്രീയ പാരമ്പര്യം വെച്ചോതുന്ന നിങ്ങൾ ഞങ്ങളെ ജനാധിപത്യം പഠിപ്പിക്കുന്നു. മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ എനിക്കും റെജിക്കും ഇവിടെ ഇരിക്കാൻ സാധിക്കാതെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പ്രഖ്യാപിച്ച വ്യക്തിയുടെ പേരാണ് ഇന്ദിര എന്ന് പറയപ്പെടുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി വന്ന് ജനാധിപത്യത്തെ കുറിച്ച് എന്നെ പഠിപ്പിക്കുന്നു. രണ്ട്, നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ആ പ്രതിപക്ഷ പാർട്ടിയിൽ എത്ര പേരുണ്ട് സാർ? രാഹുലിന്റെ നേതൃത്വം അംഗീകരിക്കുന്നവർ ഒക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള താങ്കളുടെ പ്രതിപക്ഷ നേതാവ്, താങ്കളുടെ പാർട്ടിയുടെ നേതാവ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് പാർലമെന്റിൽ വേണ്ട നിലപാടുകളും ചർച്ചകളും ചെയ്തില്ല സാർ? ആ സമയത്ത് പ്രതിപക്ഷം ഒരു കാരണവശാലും ചെയ്തില്ല എന്ന് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചതും ഇതേ വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ പുറത്ത് നടത്തിയ സമരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങളുടെ നേതാവ് ഇന്ത്യയിലില്ല. നിങ്ങളുടെ നേതാവ് ആദ്യം 365 ദിവസം ഇന്ത്യയിൽ നിന്ന് ഈ നാടിനകത്തെ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം പറ, ഇവിടെ ഒന്ന് നിൽക്കാൻ പറ. ആ സംഭവം പകരം പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ച സമയത്ത് സകലവിധ കൂട്ടാളികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചെല്ലുന്നത് വരെ എന്തേ നിങ്ങളുടെ നേതാവിന് നേരെ ഉണ്ടായില്ല? എന്തേ നിങ്ങളുടെ പാർട്ടിയിൽ ഇടപെട്ടില്ലല്ലോ? എന്നിട്ട് ഇപ്പൊ അതിന്റെ വക്കാലത്തുമായി നിങ്ങൾ വരുന്നു. നിങ്ങൾ CJPന്റെ ആളാ? നിങ്ങൾ കോൺഗ്രസിന്റെ ആളാണോ? കോൺഗ്രസ് പാർട്ടിയുടെ ആളാണ് എങ്കിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഞങ്ങൾ ആ സമരത്തിന്റെ ക്രെഡിറ്റ് അല്ലെന്ന്. ആ സമരത്തിന്റെ ഒന്നും നിങ്ങൾക്ക് നേടാനാകുന്ന ആളുകളല്ല. നിങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അതിനകത്ത് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒരു വിഷയത്തെ സർക്കാർ അഡ്രസ് ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി അഡ്രസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി മന്ത്രിമാരും അഡ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആൾക്ക് ആ കാര്യം തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് ആ വിഷയം അറിയില്ല സാറേ. ഈ നീറ്റിന്റെ പ്രശ്നമൊന്നും രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല. ഓൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കും. ഇടയ്ക്കൊന്ന് വരും, എന്തെങ്കിലുമൊക്കെ പറയും. ഇതാണ് സത്യം. അതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ശ്രീ ഉല്ലാസ്. ഡൽഹിയിലെ പ്രശസ്തമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രവേശനം നേടാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. പകരം ഷൂട്ടർ മെഡൽ കരസ്ഥമാക്കിയവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സെന്റ് സ്റ്റീഫൻസിൽ അഡ്മിഷൻ നേടുന്നത്. അതുമായുള്ള ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നന്നായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എന്നല്ല, രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും രാഹുലിന് കൃത്യമായ നിലപാടുകൾ ഒരു കാലത്ത് മുന്നോട്ട് വെച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പുറത്തു പോകുന്ന സമയത്ത് ആരെയൊക്കെ കാണുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുവെന്നും അറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഈ കാര്യം അറിയുമില്ല. അദ്ദേഹത്തിന്റെ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് എത്ര തവണ പേപ്പർ ലീക്കേജ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. 1ാം UPA 2ാം UPA അതിற்கு മുമ്പുള്ള സംവിധാനം 2004 മുതൽ 2014 വരെ നിരവധി തവണ ലീക്കേജ് ചെയ്തപ്പോൾ ഈ DYFIയുടെ നേതാവ് ഇരിക്കുന്ന നേതാവിന്റെ പാർട്ടി അടക്കം പിന്താങ്ങുന്ന സമയത്ത് ഇങ്ങനെ ലീക്കേജ്. പഞ്ചാബിൽ എന്താ സാറേ നിങ്ങളുടെ തീരുമാനം? ഒന്ന് പറ. പഞ്ചാബിൽ എന്താ തീരുമാനം? പോട്ടെ, കർണാടകയിൽ നിങ്ങളുടെ മന്ത്രി മധു ബംഗാരപ്പ, രജിക്കറിയോ? ആ മധു ബംഗാരപ്പ എന്ന് രാജിവെക്കും? അവിടെ SSLCയുടെയും അതേപോലെ തന്നെ മറ്റ് PUCയുടെയും പേപ്പർ ലീക്കേജ് ചെയ്തിട്ടുണ്ട്. എന്നാ രാജിവെക്കുക? ഒന്ന് പറ. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയത്തിനകത്ത് കർണാടകയിലും പഞ്ചാബിലും എന്താണ് നിലപാട് എന്ന ചോദ്യം പലവട്ടം BJP ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണവും അവിടെ നിന്നും ഉണ്ടായിട്ടില്ല. ഈ രാഹുൽ നുണ പറയുന്നു എന്ന് വീണ്ടും വീണ്ടും ജനം ചോദിക്കുകയാണ്. മാത്രവുമല്ല, ഈ ചർച്ചയുടെ സമയം അവസാനിച്ചതുകൊണ്ടാണ് ഈ CJPയുടെ പ്രതിഷേധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇനി അടുത്ത വിഷയം കർഷക പ്രശ്നം ഉയർത്തിക്കൊണ്ട് വീണ്ടും കലാപമുണ്ടാക്കാനുള്ള നീക്കങ്ങളിലാണ് CJP ഉള്ളത്. അവർക്ക് പിന്തുണയുമായി കോൺഗ്രസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാ രാജ്യവിരുദ്ധരെയും അണിചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം നടത്താൻ പോകുകയാണ് CJP. അതവർ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. രാകേഷ് ടിക്കായത്തുമായി കൂടിക്കാഴ്ചയടക്കം നടന്നിട്ടുണ്ട്. അപ്പോൾ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടന്നില്ല. ആ വിചാരിച്ച കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നതായിരുന്നു. അതെന്തായാലും നടപ്പിലാകാൻ പോകുന്നില്ല എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.